ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള, എന്നാൽ നിങ്ങളിൽ അധികം ആരും ട്രൈ ചെയ്യാത്ത ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് കുറച്ച് മുഴുവൻ മസാലകളാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് വറുത്തെടുക്കണം. അതിനായിട്ട് ഈ ഒരു വലിപ്പത്തിലുള്ള 2 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. കറുവാപ്പട്ട എന്നൊക്കെ പറയും, അതെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് മസാലകൾ, അതായത് ഗ്രാമ്പു ചേർക്കുന്നുണ്ട്. ഒരു 4 മുതൽ 5 എണ്ണം ഗ്രാമ്പു, ഒരു തക്കോലം, പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മുഴുവൻ മല്ലി വേണം. പിന്നെ ജീരകം ഒരു 1/4 ടീസ്പൂൺ വേണം കേട്ടോ. ജീരകം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ജീരകമാണ്. പിന്നെ ഏലക്കയാണ് വേണ്ടത്, അത് 4 എണ്ണം മുതൽ 5 എണ്ണം വരെ ആവാം. അപ്പം ഇത്രയും മുഴുവൻ മസാലകൾ ഞാൻ ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ഒരു 1/2 കിലോ വരുന്ന ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അതോടൊപ്പം തന്നെ ഇതിനകത്തോട്ട് ഞാൻ ഇടാൻ പോകുന്നത് ഒരു 8 മുതൽ ഒരു 10 വരെ എണ്ണത്തിലുള്ള വറ്റൽമുളക്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ മസാലകളെല്ലാം, അല്ലെങ്കിൽ ഈ ഒരു മുഴുവൻ മസാലകളെല്ലാം നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ എണ്ണ ചേർക്കേണ്ട കാര്യമില്ല. പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും വറുത്തെടുത്താൽ മതി. ഇനി ഇതിവിടെ ഇപ്പോൾ ഡ്രൈ റോസ്റ്റൊക്കെ ആയി വന്നിട്ടുണ്ട്. ഒത്തിരി കരിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ജസ്റ്റ് ആ ഒരു മണമൊക്കെ റിലീസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ അത് ചൂടൊക്കെ ആറി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കണം. ഒട്ടും തന്നെ വെള്ളമോ അല്ലെങ്കിൽ എണ്ണയോ ഒന്നും ചേർക്കണ്ട. ഇത് അങ്ങനെ തന്നെ അങ്ങ് മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുൻപ് ഒന്ന് ഉറപ്പ് വരുത്തുക ഇതിൻ്റെ മസാലകളിലെല്ലാം ചൂടെല്ലാം മാറി എന്നുള്ളത്. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഈ ഒരു പൊടി കണക്കിന് ഇങ്ങനെ ഞാൻ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഒത്തിരി ഫൈൻ പൗഡറൊന്നും ആക്കണ്ട, ചെറുതായിട്ടൊരു തരിതരികൾ കിടന്നോട്ടെ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുപ്പൊന്ന് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊരു നാടൻ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പെരുംജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെരുംജീരകം ഞാനിവിടെ 1/4 ടീസ്പൂൺ പെരുംജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വറുത്തതൊന്നുമല്ല, അല്ലാത്ത സാധാരണ പെരുംജീരകമാണ്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് കറിവേപ്പില നിങ്ങൾ എത്രത്തോളം ചേർക്കുന്നു അത്രത്തോളം സ്വാദാണ്. ഞാനിതൊരു നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മല്ലിയില ചേർക്കുന്നില്ല കേട്ടോ, കറിവേപ്പില തന്നെയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത്, നീളത്തിൽ വേണ്ട, ഇങ്ങനെ ചെറുതായിട്ട് കുനുകുനാന്നരിഞ്ഞ സവോള നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതവിടെ അങ്ങനെ മിക്സ് ആവുന്ന നേരത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അതൊന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് 4 അല്ലി വെളുത്തുള്ളി, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇടികല്ലിൽ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ വെളുത്തുള്ളി എടുത്തപ്പോൾ തൊലിയോട് കൂടെ തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് ഇടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ തൊലി കൂടെ ഇതിനകത്ത് ആ ഒരു എണ്ണയിൽ ഫ്രൈ ചെയ്ത് വരുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നിറം ചെറുതായിട്ട് മാറാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ആ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്നും കൂടെ അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. വേറൊറ്റ പൊടികളൊന്നും ഇതിനകത്ത് ഇപ്പം ചേർക്കുന്നില്ല. നമ്മൾ മസാലകൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക, അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ. അതോടൊപ്പം തന്നെ ഇതിനകത്തോട്ട് ഞാൻ ഒരു 3 പച്ചമുളകാണ് മൊത്തത്തിൽ എടുത്തിരിക്കുന്നത്. അതിൽ 2 എണ്ണം നടുവേ കീറി ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച്, എത്രത്തോളം നിങ്ങൾക്ക് എരിവ് വേണമെന്നനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന, കഴുകി വെച്ചിരിക്കുന്ന 1/2 കിലോനേക്കാളും ഇച്ചിരി കൂടുതൽ കാണും. ആ ഒരു കഴുകി വൃത്തിയാക്കി വെള്ളക്കൂറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മളിതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത് മനസ്സിൽ കണ്ടിട്ട് ഉപ്പ് ചേർക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് 1 മിനിറ്റോളം അല്ലെങ്കിൽ ഒരു 1.5 മിനിറ്റോളം ഈ ഒരു മസാലയിൽ നമ്മുടെ ചിക്കൻ ഒന്ന് പിടിക്കുന്നത്, മാരിനേറ്റ് ആവുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പം നന്നായിട്ടൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഇടയ്ക്കൊന്ന് ഒരു 5 മിനിറ്റ് സമയം എടുത്ത് ഇടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്ത്, കാരണം അടി പിടിക്കുമല്ലോ അല്ലെങ്കിൽ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇടയ്ക്ക് തുറക്കുക, ഇളക്കി കൊടുക്കുക, അടയ്ക്കുക, അങ്ങനെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ഈ ഒരു ചിക്കനിൽ നിന്ന് ഇതിൽ തന്നെ വെള്ളം ഇറങ്ങി വരുന്നത് കൊണ്ട് തന്നെ വെള്ളം ചേർക്കേണ്ട കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ചിക്കൻ കറി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമ്മൾ സാധാരണ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന ഇപ്പോഴും ഒരേ പോലെ ആയിരിക്കില്ല. അല്ലെങ്കിൽ നമ്മളൊരു 2-3 തവണ
വേണമെങ്കിൽ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കും. പക്ഷെ അങ്ങനെ അത്തരത്തിലൊന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വേർഷനാണ് ഇത് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. തീരെ എന്താ പറയുക, ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അത് ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതിന് നമ്മൾ സവോളയുടെ എണ്ണൊക്കെ വളരെ കുറച്ചാണ്. ഇത്രയും നമ്മൾ എടുത്തിരിക്കുന്ന ചിക്കൻ ആകെ കൂടെ ഒരു സവോള ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിനകത്ത് തക്കാളി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. അപ്പം നമുക്ക് നോക്കാം കേട്ടോ ബാക്കിയുള്ള കാര്യം. അപ്പോൾ അതാ നമ്മുടെ ചിക്കനൊക്കെ ഒരു 5 മിനിറ്റോളം ഞാൻ മൂടി വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യും തോറും ഇതിൻ്റെ നിറക്കം മാറി വരും. ആ ഒരു മസാലയൊക്കെ എണ്ണയിലൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു വറ്റൽമുളക് നന്നായിട്ട് തന്നെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ഒരു, നമുക്കറിയാലോ, ഒരു റെഡ്, ഒരു പ്രത്യേക തരം ഒരു ചുവപ്പ് കളറാണ് വരിക. അപ്പോൾ അത് വരെ അത് അങ്ങനെ ആകുന്നത് വരെ ഈ ഒരു മസാല എല്ലാം നമ്മുടെ ചിക്കനിൽ പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മളിത് വീണ്ടും മൂടി വെച്ച് ഇളക്കി കൊണ്ടേയിരിക്കുക. ഇതിനകത്ത് ഇനി വേറെ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കനിൽ നിന്ന് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങി വരും. ഇനി ഒന്നും ചെയ്യാനില്ല, ഇടയ്ക്കൊന്ന് ഉപ്പ് നോക്കുക, ആവശ്യത്തിനുള്ള ഇനി പെട്ടെന്ന് വറ്റിപ്പോവൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തെളിച്ചു കൊടുക്കുക. ആ തെളിച്ചു കൊടുക്കുന്ന വെള്ളം ചെറിയ ചൂടുവെള്ളം ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പച്ചവെള്ളം ഒരിക്കലും നമ്മളൊരു പകുതി വെന്തിട്ടുള്ള ചിക്കനിലോട്ടൊന്നും ഒഴിച്ചേക്കരുത്. അന്നേരം ചിക്കൻ്റെ രുചി അപ്പാടെ അങ്ങ് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ചൂടുവെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം ചേർക്കാൻ നോക്കുക. അപ്പോൾ അതാ ഞാൻ ഇനി ഇത് ഇടയ്ക്ക് ഒന്ന് തുറന്നും അടച്ചും ഒക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വരാം. ഇനി ഞാനിതിനകത്തോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പച്ചമുളകിൻ്റെ നടുവേ കീറിയതും അതുപോലെ തന്നെ അല്പം കൂടെ കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ചിക്കൻ ഇവിടെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ ഒരു 2-3 മിനിറ്റും കൂടെ നമ്മളൊന്ന് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയാണ്. അപ്പോൾ അതിന് മുൻപ് ഞാൻ ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് മസാല കുറച്ചും കൂടെ വേണം, അല്ലെങ്കിൽ എടുത്തിരുന്ന മസാല പോരാ എന്ന് തോന്നുവാണെങ്കിൽ അല്പം ഗരം മസാലപ്പൊടി ഒന്ന് മേലൊന്ന് തൂവി കൊടുത്താലും മതി. അപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോസ്റ്റ്, ചിക്കൻ കറിയെന്നോ ചിക്കൻ റോസ്റ്റ് എന്നൊക്കെ വിളിക്കാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി അങ്ങനെ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.